നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. 79ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ നിറവിൽ രാജ്യം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. രാജ്യത്തെ അഭിസംബോധന ചെയ്ത അദ്ദേഹം ആണവ ഭീഷണി ഇന്ത്യ ഒരിക്കലും അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി. ഭീകരരും അവരെ സംരക്ഷിക്കുന്നവരും മാനവികതയുടെ ശത്രുക്കളാണെന്നും അദ്ദേഹം പറഞ്ഞു. സിന്ധു നദീജല കരാറിൽ വിട്ടുവീഴ്ചയില്ലെന്നും ഇന്ത്യയിലെ ജലം ഇവിടുത്തെ കർഷകർക്കുള്ളതാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് മോദി ആദരമർപ്പിച്ചു. നമ്മുടെ സൈനികർ തീവ്രവാദികൾക്ക് ശക്തമായ മറുപടി നൽകിയെന്നും അവരെ പിന്തുണയ്ക്കുന്നവർക്കും തക്ക ശിക്ഷ നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. സൈന്യത്തിന് സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. ആണവ ഭീഷണി തുടർന്നാൽ സായുധ സേന സ്വന്തം ലക്ഷ്യങ്ങൾ തീരുമാനിക്കും. അവ നടപ്പിലാക്കുന്നത് സർക്കാർ ഉറപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളെ മുൻനിർത്തി രാജ്യതലസ്ഥാനം അതീവ സുരക്ഷാ വലയത്തിലായിരുന്നു. സുരക്ഷയുടെ ഭാഗമായി 20,000-ഓളം പോലീസ് അർദ്ധസൈനിക ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ അസാധാരണ പ്രയാണത്തിന്റെ 79 വർഷങ്ങൾ. സർവ്വവൈവിധ്യങ്ങളെയും നെഞ്ചിലേറ്റിക്കൊണ്ട് രാഷ്ട്ര പുരോഗതിക്കായി ഒന്നായി നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ സ്വാതന്ത്ര്യദിനവും. വർഷത്തോളം നീണ്ടുനിന്ന ബ്രിട്ടീഷ് ആധിപത്യത്തിന് അന്ത്യം കുറിച്ച് 1947 ഓഗസ്റ്റ് 15-നാണ് നമ്മുടെ രാജ്യം സ്വതന്ത്രമായത്. വെള്ളിത്തളികയിൽ വെച്ച് നീട്ടിയതല്ല നമ്മുടെ സ്വാതന്ത്ര്യം. നൂറ്റാണ്ടിലധികം നീണ്ട സമര പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇന്ത്യ എന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം സ്വതന്ത്രമായത്. ഭിന്നിച്ചു നിന്നിരുന്ന അനേകം നാട്ടുരാജ്യങ്ങൾ ചേർന്നാണ് നമ്മുടെ ദേശം രൂപമെടുത്തത്. ഇത്രയധികം വംശവിഭാഗങ്ങൾ ഇടകലർന്ന, പരസ്പരം മനസ്സിലാക്കാത്ത ഭാഷകളുള്ള, വ്യത്യസ്ത ഭൂപ്രകൃതിയും കാലാവസ്ഥയുമുള്ള, മതങ്ങളുടെയും സാംസ്കാരിക ആചാരങ്ങളുടെയും വൈവിധ്യമുള്ള, സാമ്പത്തിക വികസന മാനതകളുള്ള രാജ്യം ഇന്ത്യ പോലെ മറ്റൊന്നുണ്ടാകില്ല. എന്നാൽ കേവലം വൈരുദ്ധ്യങ്ങളുടെ ആകെത്തുക എന്നതിനേക്കാൾ അപ്പുറമാണ് ഇന്ത്യ എന്ന ആശയം. ഇന്ത്യ അദൃശ്യമായ ചരടുകളാൽ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു. മിഥ്യയോ സങ്കല്പമോ സ്വപ്നമോ ഭാവനയോ എന്തുമാകട്ടെ, ഇന്ത്യ യഥാർത്ഥവും കാലികവും ആഴമുള്ളതുമാണ് എന്നായിരുന്നു നെഹ്റു രാജ്യത്തെക്കുറിച്ച് പറഞ്ഞത്. എല്ലാ വൈവിധ്യങ്ങളെയും ആഘോഷിച്ചുകൊണ്ട് ഇന്ത്യ എന്ന ആശയത്തിലും ജനാധിപത്യം, മതനിരപേക്ഷത, സ്ഥിതി സമത്വം എന്നീ അടിസ്ഥാന ആവശ്യങ്ങളിലും ഊന്നിക്കൊണ്ട് ശോഭനമായ നാളെകളെ സ്വപ്നം കാണാനാണ് രാജ്യശില്പികൾ നമ്മോട് പറഞ്ഞത്. എന്നാൽ നാൾക്കുനാൾ ഇല്ലാതാകുന്ന പൗരസ്വാതന്ത്ര്യ നിഷേധത്തിന്റെ വാർത്തകൾ ആശങ്കപ്പെടുത്തുന്നതാണ്. ഭരണകൂടത്തിന്റെ നയങ്ങളോടും പ്രവൃത്തികളോടും വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ, രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയാൻ, ജനാധിപത്യ മാർഗത്തിൽ പ്രതിഷേധിക്കാൻ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനും, സ്വേച്ഛ അനുസരിച്ച് ആരാധന നിർവഹിക്കാനും, ഇഷ്ടമുള്ള ഇണയെ തെരഞ്ഞെടുക്കാനും കൂടെ ജീവിക്കാനും മറ്റൊരാളെയോ സംവിധാനത്തെയോ ഭയക്കാതെ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ 8 പതിറ്റാണ്ടുകൾക്കിപ്പുറം നാം എവിടെ എത്തി നിൽക്കുന്നു എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. മുന്നോട്ടു കുതിക്കേണ്ട ലോകത്ത് എന്തിന്റെ പേരിൽ തന്നെയായാലും രാജ്യത്തെ പിന്നോട്ടു വലിക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ നാം പരാജയപ്പെടുത്തേണ്ടതുണ്ട്. മനസ്സുകളെ വിഭജിക്കാൻ ശ്രമിച്ചുകൊണ്ട് ജനതയുടെ സാഹോദര്യത്തെയും ഐക്യത്തെയും ഇല്ലാതാക്കുന്നവരുടെ കുതന്ത്രങ്ങളെ നാം തിരിച്ചറിയണം. രാജ്യചരിത്രത്തോടും ചരിത്രശില്പികളോടും നീതി പുലർത്തേണ്ടത് ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും ഉത്തരവാദിത്വം തന്നെയാണ്. എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ സംസ്ഥാനം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 9-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. ശേഷം അഭിവാദ്യം സ്വീകരിച്ചു. മറ്റു ജില്ലകളിൽ മന്ത്രിമാർ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ AN ഷംസീർ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത്. ചൊവ്വലൂർപ്പടിയിൽ കെട്ടിട നിർമ്മാണത്തിനെത്തിച്ച ലോറി സമീപത്തെ കാനയിലേക്ക് മറിഞ്ഞു. വെള്ളിയാഴ്ച കാലത്താണ് കെട്ടിട നിർമ്മാണത്തിനെത്തിച്ച ബൾക്ക് സിമന്റ് ടാങ്കർ ലോറി കാനയിലേക്ക് മറിഞ്ഞത്. സംഭവത്തിൽ ആളപായമില്ല. 2 ക്രെയിനുകൾ എത്തിച്ച് ലോറി ഉയർത്താനുള്ള നടപടികൾ ആരംഭിച്ചു.
പാവറട്ടി വിശുദ്ധ യൗസേപിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ ശതോത്തര സുവർണ ജൂബിലിക്ക് കൊടിയേറി. രാവിലെ ദിവ്യബലിക്കു ശേഷം തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കൊടിയേറ്റി. ജൂബിലി വർഷത്തിൽ വിവിധ പരിപാടികളും പുതിയ സേവന രംഗങ്ങളും പ്രാവർത്തികമാക്കാനും ദേവാലയ നവീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും തീരുമാനിച്ചതായി തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, മാനേജിംഗ് ട്രസ്റ്റി വിൽസൺ നീലങ്കാവിൽ, ട്രസ്റ്റി OJ ഷാജൻ, KJ വിൻസെന്റ്, പിയൂസ് പുലിക്കോട്ടിൽ, കൺവീനർ TJ ചെറിയാൻ, PRO റാഫി നീലങ്കാവിൽ എന്നിവർ അറിയിച്ചു. ശതോത്തര സുവർണ ജൂബിലിയോടനുബന്ധിച്ച് സീനിയർ CLC വനിതാ വിഭാഗം പള്ളിനടയിൽ മാർഗം കളി അവതരിപ്പിച്ചു. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പ്രത്യക്ഷ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടത്തി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടക്കുന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം മേൽശാന്തി ചെറുപാലത്ത് മഹേന്ദ്രൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രത്യക്ഷ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും നടത്തി. തുടർന്ന് ഔഷധക്കൂട്ടുകൾ ചേർത്ത് പ്രത്യേകം തയ്യാറാക്കിയ ചോറുരുള കൊമ്പൻ പാക്കത്ത് ശ്രീകുട്ടൻ, ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ, കൊളക്കാടൻ കുട്ടിക്കൃഷ്ണൻ, പാറന്നൂർ നന്ദൻ, വലിയ പുരയ്ക്കൽ സൂര്യൻ എന്നീ ആനകൾക്ക് നൽകി തുടക്കം കുറിച്ചു. തുടർന്ന് ഭക്തജനങ്ങളും ആനയൂട്ട് നടത്തി. വൈകിട്ട് മഹാഭഗവത് സേവ, ശനിയാഴ്ച വിശേഷാൽ പൂജകൾക്കു ശേഷം രാമായണ മാസാചരണം സമാപിക്കും. 17 മുതൽ 12 ദിവസം നീളുന്ന അങ്കുലിയങ്കം കൂത്ത് തുടങ്ങും. കോരിച്ചൊരിയുന്ന മഴയത്തും നിരവധി പേരാണ് ക്ഷേത്രത്തിൽ എത്തിയിരുന്നത്. തിരുവനന്തപുരം നാട്യവേദ സെന്ററിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് ഗുരുവായൂർ നൃത്തോത്സവത്തിന് തുടക്കമായി. പ്രഥമ നാട്യവേദ പുരസ്കാരം പത്മ സുബ്രഹ്മണ്യത്തിന് വേദിയിൽ വെച്ച് സമ്മാനിച്ചു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും പൊന്നാടയും അടങ്ങുന്ന പുരസ്കാരം കഥകളി ആചാര്യൻ സദനം കൃഷ്ണൻകുട്ടിയാണ് നൽകിയത്. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. കലാവിജയൻ, KP ഉദയൻ, നാട്യവേദി പ്രസിഡന്റ് K വിജയചന്ദ്രൻ, സുരേന്ദ്രൻ കണ്ണാത്ത്, നൃത്തോത്സവ ക്യൂറേറ്റർ വിനോദ് മങ്കര, നാട്യവേദ സെക്രട്ടറി സുന്ദർ മേലയിൽ, പത്മകുമാർ, കലാമണ്ഡലം സോണി എന്നിവർ സംസാരിച്ചു. മാളവിക മേനോൻ, ഡോക്ടർ നീന പ്രസാദ് എന്നിവരുടെ നൃത്തവും അരങ്ങേറി. വെള്ളിയാഴ്ച വൈകിട്ട് 4:30 ആരംഭിക്കുന്ന ചടങ്ങ് NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിക്കും. ഗായത്രി മധുസൂദനൻ, ഡോക്ടർ സുനന്ദ നായർ എന്നിവരുടെ നൃത്തവും അരങ്ങേറും. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയുടെ നെപ്പൻസ് റോഡിലുള്ള സെന്റ് മേരീസ് കുരിശുപള്ളിയിൽ ശൂനോയോ പെരുന്നാൾ ആചരിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 7-ന് സന്ധ്യാനമസ്കാരം, മധ്യസ്ഥ പ്രാർത്ഥന, ആശീർവാദം, നേർച്ച. വെള്ളിയാഴ്ച രാവിലെ 6:15-ന് പ്രഭാത നമസ്കാരം, 7-ന് വിശുദ്ധ കുർബാന, സ്നേഹവിരുന്ന് എന്നിവ ഉണ്ടായിരുന്നു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ജോസഫ് ജോസ്, കൈസ്ഥാനി TM വർഗീസ്, സെക്രട്ടറി P സിഞ്ചു സജിൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഗാനരചയിതാവും കവിയുമായ RK ദാമോദരനെ പിറന്നാൾ ദിനത്തിൽ മമ്മിയൂർ ക്ഷേത്രസന്നിധിയിൽ ആദരിച്ചു. മേളകുലപതി കല്ലൂർ രാമൻകുട്ടി മാരാർ പൊന്നാടയണിയിച്ചു. മമ്മിയൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ S ഷാജി അധ്യക്ഷനായി. മമ്മിയൂർ മേൽശാന്തി രുദ്രൻ നമ്പൂതിരി, സജീവൻ നമ്പ്യത്ത്, ബാബു ഗുരുവായൂർ എന്നിവർ സംസാരിച്ചു. വോട്ടർ പട്ടിക അട്ടിമറിയിൽ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. DCC സെക്രട്ടറി AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് VK ഫസലുൽ അലി അധ്യക്ഷത വഹിച്ചു. വടക്കേക്കാട് സെന്ററിൽ നിന്നാരംഭിച്ച പ്രതിഷേധ പ്രകടനം 4-ാം കല്ലിൽ സമാപിച്ചു. നേതാക്കളായ NMK നബീൽ, ഉമ്മർ മുക്കണ്ടത്ത്, ഹസൻ വടക്കേക്കാട്, സാബു പൂക്കോട്, സുബൈദ പാലക്കൽ, മൂസ അലത്തയിൽ, P രാജൻ, സലീൽ അറക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് പഞ്ചായത്ത് പദ്ധതി പ്രകാരം 1000 സൗജന്യ പ്രതിരോധ ഔഷധ കിറ്റ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ സുമന സുഗതൻ, ഷീജ സുരേഷ്, അംഗങ്ങളായ MK ജോസ്, ES സുരേഷ്, റീന വർഗീസ്, സ്വപ്ന പ്രദീപ്, NP അജയൻ, മാഗി അലോഷ്യസ്, PM സജി, KB ബബിത, MC ഐജു തുടങ്ങിയവർ സംസാരിച്ചു. എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച നാട്. മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, ക്ലബ്ബുകൾ, സംഘടനകൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ നടത്തി. വിശദാംശങ്ങളിലേക്ക്. CCTVയുടെ കേബിൾ ഓപ്പറേറ്ററും വിമുക്ത ഭടനുമായ ഹരിദാസൻ പതാക ഉയർത്തി. മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, മാനേജർ സിൻഡോ ജോസ്, ഡയറക്ടർ ഷാജി വി ജോസ്, CCTV ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു.
മധുര വിതരണവും ഉണ്ടായി. ചടങ്ങിൽ വിമുക്ത ഭടൻ ഹരിദാസിന് മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ പൊന്നാട അണിയിച്ച് ആദരിച്ചു. കുന്നംകുളം നഗരസഭാംഗണത്തിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ദേശീയ പതാക ഉയർത്തി. ദേശീയ ഗാനം ആലപിച്ചു. തുടർന്ന് മധുര വിതരണവുമുണ്ടായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, കക്ഷി നേതാക്കളായ AS സുജീഷ്, KK മുരളി, ബിജു സി ബേബി, നഗരസഭാ സെക്രട്ടറി KB വിശ്വനാഥൻ, മുൻ നഗരസഭാ ചെയർമാൻമാർ, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ആലേഖനം ചെയ്ത ചുമർ സ്ഥാപിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പും തൃശൂർ ജില്ലാ പഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന സമേതം വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായാണ് നഗരസഭാ പരിധിയിലെ 24 വിദ്യാലയങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ആലേഖനം ചെയ്ത ചുമരുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ നഗരസഭാ തല ഉദ്ഘാടനം കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ ഭരണഘടനാ ആമുഖം ചുമർ അനാച്ഛാദനം ചെയ്തുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. തുടർന്ന് സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ ചെയർപേഴ്സൺ സന്ദേശം നൽകി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, കൗൺസിലർ ബിജു സി ബേബി, കുന്നംകുളം GHSS പ്രിൻസിപ്പാൾ PI റസിയ, ഹെഡ്മിസ്ട്രസ് PT ലില്ലി തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ ദേവസ്വത്തിൽ രാവിലെ ദേവസ്വം കാര്യാലയമായ ശ്രീ പത്മത്തിന് മുന്നിൽ ചെയർമാൻ ഡോക്ടർ VK വിജയൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ദേവസ്വം സുരക്ഷാ വിഭാഗത്തിലെ വിമുക്ത ഭടന്മാരുടെ പരേഡിൽ ചെയർമാൻ അഭിവാദ്യം സ്വീകരിച്ചു. ദേവസ്വം ഭരണസമിതി അംഗം C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ദേവസ്വം ജീവനക്കാർ എന്നിവർ സന്നിഹിതരായി. ദേവസ്വം സെക്യൂരിറ്റി സൂപ്പർവൈസർ സുബ്രഹ്മണിയാണ് വിമുക്ത ഭടന്മാരുടെ പരേഡിനെ നയിച്ചത്. ദേവസ്വത്തിലെ വിവിധ സ്ഥാപനങ്ങളിലും ആഘോഷത്തിന്റെ ഭാഗമായി ദേശീയ പതാക ഉയർത്തി. കുന്നംകുളം ബദനി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ അങ്കണത്തിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ പതാകകൾ കയ്യിലേന്തിക്കൊണ്ട് കുരുന്നുകളുടെ പരേഡ് നടന്നു. ബദനി മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC സല്യൂട്ട് സ്വീകരിച്ചു. തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സെന്റ് മേരീസ് സ്കൂൾ പ്രിൻസിപ്പൽ റീന ഡേവിസ് അധ്യക്ഷത വഹിച്ചു. ബദാനിയ പകൽ വീട്ടിലെ അംഗങ്ങൾ മുഖ്യാതിഥികളായിരുന്നു. കുരുന്നുകളുടെ ദേശഭക്തിഗാനവും സംഘനൃത്തവും വർണ്ണാഭമായി. അഭിഷ സ്വാഗതവും എസ്ലിൻ ജോക്സൺ നന്ദിയും പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈലത്തൂർ നായരങ്ങാടി യൂണിറ്റിൽ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തി. സെക്രട്ടറി TG റോയ്, ട്രഷറർ TC ഡെന്നി, വൈസ് പ്രസിഡന്റ് സുനിൽ വൈലത്തൂർ, ജോയിന്റ് സെക്രട്ടറി രാജേഷ്, ഷെമി, ജോബി, മുരളി, അലി, ലോറൻസ്, സിജോ, ശ്രീധരൻ മാക്കാലിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. വെസ്റ്റ് മങ്ങാട് ഗ്രാമീണ വായനശാലയിൽ പ്രസിഡന്റ് ഡെന്നിസ് മങ്ങാട് പതാക ഉയർത്തി. ലൈബ്രറിയൻ സെൽമ കൊച്ചുമാത്യു സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സെക്രട്ടറി മോഹൻദാസ്, കമ്മിറ്റി അംഗങ്ങളായ പ്രമോദ് മാധവൻ, KS ശ്രേയ, TB സമൃദ്ധ എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് ഓഫീസിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ പതാക ഉയർത്തി. പഞ്ചായത്ത് സെക്രട്ടറി KR രേഖ, വാർഡ് മെമ്പർ ജയൻ, ഓഫീസ് ജീവനക്കാരായ ബിന്ദു, ഷാനിബി, സരിത എന്നിവരും തൊഴിലുറപ്പ് തൊഴിലാളികളും പങ്കെടുത്തു. ദേശീയ ഗാനാലാപനവും മധുര വിതരണവും നടത്തി. കുന്നംകുളം യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ ക്ലബ് പ്രസിഡന്റ് CM മാത്യൂസ് ഓഫീസിന് മുന്നിൽ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി. തുടർന്ന് മധുര പലഹാര വിതരണവും ഉണ്ടായിരുന്നു. കൂനമുച്ചി ഗോൾഡൻ റോക്സിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രസിഡന്റ് പോൾ തരകൻ പതാക ഉയർത്തി. മറ്റു അംഗങ്ങളും പങ്കെടുത്തു. മധുര വിതരണവും ഉണ്ടായി. കോട്ടപ്പടി വെസ്റ്റ് ഗേറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ ക്ലബ് പ്രസിഡന്റ് ജോൺസൺ ഒലക്കെങ്കിൽ പതാക ഉയർത്തി. സെക്രട്ടറി ലോസൺ മാത്യു, ട്രഷറർ ബിജു മുട്ടത്ത്, കൺവീനർ സണ്ണി വെള്ളറ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മധുര പലഹാര വിതരണവും ഉണ്ടായി. മരത്തങ്കോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ സക്കറിയ കൊള്ളനൂർ പതാക ഉയർത്തി. കൈസ്ഥാനി തോമസ് CS, സെക്രട്ടറി ഗ്രേസി ജോയ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വിശ്വാസികൾ എന്നിവർ പങ്കെടുത്തു. ദേശീയ ഗാനാലാപനവും മധുരവിതരണവും ഉണ്ടായിരുന്നു. തൊഴിയൂർ CMUP സ്കൂളിൽ പ്രധാനാധ്യാപിക വിജി വില്യംസ് പതാക ഉയർത്തി. PTA പ്രസിഡന്റ് TB രമേശ്, വൈസ് പ്രസിഡന്റ് ഷബീഷ്, MPTA പ്രസിഡന്റ് ആശ ഷിബു എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്കായി പ്രസംഗ മത്സരം, ക്വിസ് മത്സരം, ദേശഭക്തി ഗാനങ്ങൾ, ചിത്രരചന, മാസ് ഡ്രിൽ, സ്വാതന്ത്ര്യ സമരസേനാനികളുടെ ദൃശ്യാവിഷ്കാരം, ദണ്ഡിയാത്ര എന്നിവയുണ്ടായി. സ്കൂൾ വിദ്യാർത്ഥിനികളുടെ നേതൃത്വത്തിൽ വന്ദേമാതരം ദേശഭക്തി ഗാനത്തിന്റെ നൃത്താവിഷ്കാരം ഒരുക്കിയിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ദൃശ്യാവിഷ്കാരവുമുണ്ടായി. സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾക്ക് അധ്യാപകരായ റീന MK, ജിഷ പോൾസൺ, എക്സിക്യൂട്ടീവ്, PTA അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി.
സൊസൈറ്റി ഓഫ് കേരള ഡെഫ് പാസിഫർ കുന്നംകുളത്ത് നടത്തിയ ചടങ്ങിൽ പ്രസിഡന്റ് ബദറുദ്ദീൻ പി എ പതാക ഉയർത്തി. ജനറൽ സെക്രട്ടറി ഷിഹാബ് മധുര വിതരണം നിർവഹിച്ചു. ജിംഷാദ്, ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോട്ടപ്പടി സ്റ്റോറീസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിമുക്ത ഭടൻ ജേക്കബ് വടക്കനെ ആദരിച്ചു. കോട്ടപ്പടി പള്ളി വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കലിന്റെ സാന്നിധ്യത്തിൽ കോട്ടപ്പടി സ്റ്റോറീസ് പ്രസിഡന്റ് സെബി താണിക്കൽ ആദരിച്ചു. കൈക്കാരന്മാർ, ക്ലബ് വൈസ് പ്രസിഡന്റ് ലെൻസൺ, അംഗങ്ങളായ ആൽവിൻ, ആദം, സിറിൽ എന്നിവർ നേതൃത്വം നൽകി. ആർത്താറ്റ് മണ്ഡലം ചെമ്മണ്ണൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് എം രാജഗോപാൽ പതാക ഉയർത്തി. കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CK ഷാജി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. മണ്ഡലം വൈസ് പ്രസിഡന്റ് VM രാജേഷ് സ്വാഗതവും കോൺഗ്രസ് 29ാം വാർഡ് പ്രസിഡന്റ് ആൻഡോ ടെൽസൺ നന്ദിയും പറഞ്ഞു. BJP കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളാർക്കാട് മനപ്പടി സെന്ററിൽ സ്വാതന്ത്ര്യദിനാഘോഷവും മധുരവിതരണവും നടത്തി. റിട്ടയർഡ് സുബേദാർ മേജർ പ്രേംരാജ് ഒരു പാക്കിൽ ദേശീയ പതാക ഉയർത്തി. കല്ലുംപുറം ക്രിസ്ത്യൻ കോഓപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ ഫെലോഷിപ്പ് ഓഫീസിൽ രാവിലെ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് റെന്നി ചെറുവത്തൂർ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് അംഗങ്ങൾ ഒരുമിച്ച് ദേശീയ ഗാനം ആലപിച്ചു. ജനറൽ സെക്രട്ടറി സിജു ചുമ്മർ, വൈസ് പ്രസിഡന്റ് IG പുലിക്കോടൻ എന്നിവർ സംസാരിച്ചു. ഫെലോഷിപ്പ് അംഗങ്ങളും പ്രദേശവാസികളും പങ്കെടുത്ത് മധുരവിതരണം നടത്തി. കാട്ടക്കമ്പൽ ഗ്രാമപഞ്ചായത്തിലെ രാമപുരം 2ാം വാർഡിൽ 35, 36 നമ്പർ അംഗൻവാടികളിൽ പഞ്ചായത്ത് അംഗം MS മണികണ്ഠൻ പതാക ഉയർത്തി. അംഗൻവാടി വർക്കർ സോണി, സ്നേഹ, സുധ, ഗീത, പ്രഹ്ലാദൻ, ഷാജി, മേലായിൽ അബൂബക്കർ, മുസ്തഫ എന്നിവർ സംസാരിച്ചു. കാട്ടക്കമ്പൽ ഗ്രാമപഞ്ചായത്തിലെ രാമപുരം 2ാം വാർഡിലെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പഞ്ചായത്ത് അംഗം MS മണികണ്ഠൻ പതാക ഉയർത്തി. KP വിശ്വനാഥൻ, സഹദേവൻ, തിലകൻ, ബാബു മാസ്റ്റർ, ഷാജി, തസ്ലിമ, KP രഘു എന്നിവർ സംസാരിച്ചു. കുന്നംകുളം YWCAയിൽ പ്രസിഡന്റ് പ്രിയ ജിന്നി പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. റോയൽ ഡെന്റൽ കോളേജിൽ നടന്ന പരിപാടിയിൽ കോളേജ് ചെയർമാൻ കല്ലായിൽ സേതു ഹാജി പതാക ഉയർത്തി. തുടർന്ന് സ്വാതന്ത്ര്യദിനാശംസയും നേർന്നു. കോളേജ് ചെയർപേഴ്സൺ വർഷയും മറ്റു ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. കാട്ടകമ്പാൽ ഓട്ടോ ടാക്സി സ്റ്റാൻഡിൽ പ്രസിഡന്റ് വിൽസൺ ചെറുവത്തൂർ ദേശീയ പതാക ഉയർത്തി. സെക്രട്ടറി മനോജ്, ബാലകൃഷ്ണൻ, വിജയൻ, റഹീം, തിലകൻ എന്നിവർ പങ്കെടുത്തു. മരത്തംകോട് ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ച പരിപാടി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് PB മുകേഷ് പതാക ഉയർത്തിയ ചടങ്ങിൽ ഡോക്ടർ ജോൺസൺ ആളൂർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ സെക്രട്ടറി KC പ്രമൻ, കോർഡിനേറ്റർ KV പ്രസാദ് ഉൾപ്പെടെ ഓട്ടോ ഡ്രൈവർമാരും മരത്തംകോട് നിവാസികളും പങ്കെടുത്തു. തുടർന്ന് മധുര വിതരണവും നടത്തി. ചടങ്ങിന് S മുസ്തഫ നന്ദി പറഞ്ഞു. കരിക്കാട് കൊങ്ങണൂർ റോഡിലെ അശ്വതി നഗറിൽ പതാക ഉയർത്തി. പ്രതിജ്ഞയെടുക്കലും ദേശീയഗാനാലാപനവും മധുര വിതരണവും ഉണ്ടായി. ആഘോഷ പരിപാടികൾക്ക് വിനു, ഗിരീഷ്, പ്രതീഷ്, സനൂപ്, കുട്ടൻ, വിമുക്ത ഭടൻ മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കടവല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് രക്ഷാധികാരി ഉണ്ണികൃഷ്ണൻ മാഷ് ദേശീയ പതാക ഉയർത്തി. നീലകണ്ഠൻ നമ്പീശൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. മധുര വിതരണവുമുണ്ടായി. യൂണിറ്റ് പ്രസിഡന്റ് ഫിലിപ്പോസ് മറ്റത്തിൽ, സെക്രട്ടറി സുലൈമാൻ കൂടല്ലൂർ, ശ്രീമതി ടീച്ചർ, തങ്കമ്മ സഹദേവൻ, വിലാസിനി ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി PTA ആഭിമുഖ്യത്തിൽ രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കുമായി മോട്ടിവേഷണൽ ക്ലാസ് നടത്തി. കാപ്പിപ്പൊടിയച്ചൻ എന്നറിയപ്പെടുന്ന ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ ക്ലാസ് നയിച്ചു. പ്രിൻസിപ്പൽ ഉഷ നന്ദകുമാർ സ്വാഗതം ആശംസിച്ചു. PTA ജനറൽ ബോഡി യോഗം ചേർന്ന് പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. മാനേജിംഗ് ട്രസ്റ്റി അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണൻ, ട്രസ്റ്റ് മെമ്പർ KG ധർമ്മരാജൻ, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ഐനിപ്പുള്ളി, വൈസ് പ്രസിഡന്റ് KA ജതിൻ, അക്കാദമിക് ഡയറക്ടർ ശോഭ മേനോൻ, വൈസ് പ്രിൻസിപ്പൽ സ്റ്റെല്ല ഫ്രാൻസിസ്, സീനിയർ ഹെഡ്മിസ്ട്രസ് വസന്തകുമാരി, ഹെഡ്മിസ്ട്രസ് മഞ്ജുള രഘു, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. ചരമം. പോർക്കുളം ചേപ്പാട്ടുപറമ്പിൽ പാസ്റ്റർ രാഘവന്റെ ഭാര്യ കുഞ്ഞുന്നമ്മ നിര്യാതയായി. 70 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് പെന്തകോസ്ത് മിഷൻ സഭാ സെമിത്തേരിയിൽ നടക്കും. സുരേഷ്, ബിന്ദു, സിന്ധു എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.